ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുസാറ്റ് ലേണിംഗ്. നമ്മൾ വീണ്ടും നമ്മുടെ ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത ഒരു സീക്വൻസ് ആണ് നമ്മുടെ ചാപ്റ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസിനെ കുറിച്ച് പഠിച്ചു. ചേഞ്ചസ് ഇൻ പൊസിഷനെ കുറിച്ച് വരെ നമ്മൾ പഠിച്ചു വെച്ചേക്കും. അതിന്റെ കുറച്ചും കൂടെ നമ്മൾ ഒരു 1-2 കണക്കുകൾ മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തേക്കുന്നത്. അടുത്ത കുറച്ച് ചോദ്യങ്ങളായിട്ട് നമ്മൾ വന്നേക്കുകയാണ്. പക്കയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചെയ്ത് പോവാം. നമുക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ തേർഡ് ടേം ഓഫ് അടുത്ത ഒരു സീക്വൻസ് ഈസ് 15. അതായത് മൂന്നാമത്തെ ടേം, തേർഡ് ടേം അല്ല, ത്രീത്ത് ടേം എന്നോ തേർഡ് ടേം എന്നോ, ത്രീത്ത് എന്നല്ല തേർഡ് എന്ന് എഴുതേണ്ടത്, തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാമത്തെ പദം ബുക്കിൽ എഴുതിക്കോണം. മൂന്നാമത്തെ പദം 15. എട്ടാമത്തെ ടേം എന്ന് പറയുന്നത് 35 എങ്കിൽ നമുക്ക് 13th ടേമും കാണാം, 23rd ടേമും കാണാം. ഇത് രണ്ടുപേരെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്ന ആൾ വേണം. പൊതുവ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കണക്കിനകത്തൊക്കെ കോമൺ ഡിഫറൻസിനകത്തുള്ള ആൾ അടുത്തടുത്തായിരുന്നു. പക്ഷെ ഇവിടെ അടുത്തടുത്തല്ല. അതാണ് ക്വസ്റ്റ്യനിലെ വ്യത്യാസം. അത് നമ്മൾ നേരത്തെ ചെയ്തെന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യുകയല്ല. ഈ രണ്ട് രീതിയൊക്കെ എല്ലാ രീതിയും പഠിച്ചു വെക്കുക. അതേപോലെ നമ്മളെയുള്ള കാര്യങ്ങൾ. അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അറിയുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നമ്മുടെ ഫാമിലിയെ എല്ലാവർക്കും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, എജുസാറ്റ് ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ A+ മേടിക്കുന്ന അത്രയും കാലം നിങ്ങളൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഡി കാണുന്നത് എങ്ങനെയാ? ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് പഠിച്ചങ്ങനെ പോകണം. നമ്മൾ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്താ? അടുത്തടുത്ത ടേം കിട്ടിയാൽ അവസാനത്തെ ടേമിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള ടേമിനെ കുറച്ചാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടും. ടേമുകൾ അടുത്തടുത്തല്ല എങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് കുറച്ചാൽ മതി. ഓക്കെ, ടേം ഡിഫറൻസ് എന്താടാ? ഇവിടെ അവസാനത്തെ ടേം ആരാ? 35. 35ൽ നിന്നും അതിന് തൊട്ട് മുമ്പിലുള്ള ടേം ഇതാരാ? 15. 35ൽ നിന്ന് 15നെ കുറയ്ക്കണം. ഡിവൈഡഡ് ബൈ 35 നിൽക്കുന്ന പൊസിഷൻ, 35 എത്രാമതാണ് നിൽക്കുന്നത്? 8ാമതാണ്. 8ൽ നിന്നും 15 നിൽക്കുന്ന പൊസിഷനെ കുറയ്ക്കുക. 15 എത്ര നിൽക്കുന്നത്? 3ാമത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഈ കുറയ്ക്കുന്നത് എങ്ങനെയാ? 5ന് 5 പോയാൽ 0, 3ന് 1 പോയാൽ 2, എത്ര കിട്ടും? 20 കിട്ടും. ഈ 8ന് 3നെ കുറച്ചാലടാ 5. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 4. നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? നമുക്ക് 13ാമത്തെ ടേമിനെ കാണണം. 13ാമത്തെ ടേമിനെ കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേം അല്ല, തേർഡ് ടേമാ ഉള്ളത്. തേർഡ് ടേമാ ഉള്ളത്. തേർഡ് ടേം എഴുതി. തേർഡ് ടേമിനെക്കാട്ടി മുമ്പിലല്ലേ 13, പുറകിലല്ല, മുമ്പിലാ 13. അപ്പൊ തേർഡ് ടേം പ്ലസ് അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 13ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? 10 അല്ലേ? അപ്പൊ 10D കൂട്ടണം. മൂന്നാമത്തെ ടേം 15 പ്ലസ് 10 ഇൻറ്റു ഡിയുടെ വാല്യൂ ഇപ്പത്തെ കിട്ടി 4. 15 അതുപോലെ എഴുതുക. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ ചെയ്യാവുള്ളൂ. 10 ഇൻറ്റു 4 40. 40 പ്ലസ് 15 എത്ര കിട്ടൂടാ? 55. 13ാമത്തെ ടേം കയ്യിൽ ഭദ്രം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം. എത്ര ടേമിനെ കാണണ്ട? 23. 23ാമത്തെ ടേമിനെ കാണണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ടേമിനെ എടുത്തും കണക്ക് ചെയ്യാം. ഇപ്പൊ കിട്ടിയ 13 എടുത്തും കണക്ക് ചെയ്യാം. 13 എടുത്ത് ചെയ്താൽ പോരെ? 13ാമത്തെ ടേമിനെ അങ്ങ് എടുക്കാം. ഏതിനെടുത്ത് ചെയ്താലും കിട്ടുന്ന ഉത്തരമൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. 13ാമത്തെ ടേമിനെ എടുത്തിട്ട് 23ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ 13നെക്കാട്ടി മുമ്പിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ? മുന്നോട്ട് 13, 14, 15 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ അവ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. സോ ഡിഫറൻസ് നോക്കുക. 23ഉം 13ഉം തമ്മിൽ ഡിഫറൻസ് എത്ര? 13ന് 23ലേക്ക് എത്തണമെങ്കിൽ 10 കോമൺ ഡിഫറൻസ് അല്ലേ വരേണ്ടത്? 10D. 13ാമത്തെ ടൈം എത്രടാ? 55 പ്ലസ് 10 ഇൻറ്റു ഡി. ഡിയുടെ വാല്യൂ എത്ര? 4 അല്ലേ? അപ്പൊ 55 പ്ലസ് 10 ഇൻറ്റു 4 40. 5ഉം 4 കൂടെ കൂട്ടിയ 9 കിട്ടും. 5 പ്ലസ് 0 5. എത്ര കിട്ടി? 95 ആണ് നമ്മുടെ ആൻസർ. പക്കയാണെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ നിന്നും ഈ ഒരു വീഡിയോയിലെ കണക്കിലേക്ക് വന്നപ്പോൾ എന്താ പ്രത്യേകത ഉള്ളത്? ആ രണ്ട് ടേമുകൾ എൻറ്റയർലി ഡിഫറൻറ്റ് സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പൊ ഡിഫറൻറ്റ് സ്ഥലത്ത് കിടക്കുന്ന രണ്ട് ടേമുകൾ ആയതുകൊണ്ട് അവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന ഫോർമുല അത് മനസ്സിലാക്കി വെച്ചോളാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് വെച്ചുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഡിയെ കണ്ടുപിടിച്ചു. ഡിയെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? മുമ്പുള്ള ടേമിനെ കാണാൻ വേണ്ടി കോമൺ ഡിഫറൻസിനെ കൂട്ടി. ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം നോട്ട് ഡൗൺ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ അടുത്ത ഒരു സീക്വൻസ് 21. 5ാമത്തെ ടേം, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 21 ആണ്. 9th ടേം എന്ന് പറയുന്നത് 41 ആണ്. ക്ലിയർ?
ഇവിടെയും ഡി കാണാൻ വേണ്ടി ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ആരിന്ന് ആരെ കുറയ്ക്കണം? 41 21 കുറയ്ക്കണം. 41 നിൽക്കുന്ന പൊസിഷൻ 9, 21 നിൽക്കുന്ന പൊസിഷൻ 5. 9 5 കുറയ്ക്കണം. 41 21 പോയാൽ 1 1 പോയാൽ 0, 4 2 പോയാൽ 2, 20 വരും. 9 5 കുറച്ചാലോ 4. 20 4 കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടൂടാ? 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സംശയമൊന്നും ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, ഇതേ ഫിഫ്ത്ത് ടേം നമ്മുടെ ഉണ്ട് 21 ആ ഫിഫ്ത്ത് ടേം. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ആരെയാ? ഫസ്റ്റ് ടേമിനെയാ. സോ ഫസ്റ്റ് ടേം നമ്മുടെ ഏതാ? ഫിഫ്ത്ത് ടേമാ ഉള്ളത്. അപ്പൊ അഞ്ചാമത്തെ ടേമിനെക്കാട്ടി മുമ്പോട്ട് പോവാണോ ഫസ്റ്റ് ടൈം കാണേണ്ടി? അല്ല, പുറകിലേക്കാ വരുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് ഫസ്റ്റിനെ കുറയ്ക്കുക. അതായത് നമ്മുടെ പൊസിഷൻ പുറന്നോട്ട് മാറി, കുറയ്ക്കണം. പൊസിഷൻ മുന്നോട്ട് പോയാൽ കൂട്ടണം. സ്ഥാനം പുറന്നോട്ട് വന്നാൽ കുറയ്ക്കുകയും സ്ഥാനം മുന്നോട്ട് പോയാൽ കൂട്ടുകയും ചെയ്യും. ഇവ തമ്മിൽ വ്യത്യാസം എത്ര? 5 1 തമ്മിൽ 4 അല്ലേ? തിരിച്ചു കുറയ്ക്കല്ലേ? 1 5 കുറച്ച് -4 എഴുതി വെക്കല്. അങ്ങനെ എഴുതുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ നടക്ക് പ്ലസ് വീണ്ടും ഒരു മൈനസ് കൊടുക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 5 1 തമ്മിൽ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടൂടാ. 4 D എന്ന് വരും. ക്ലിയർ? സോ അഞ്ചാമത്തെ ടേം എത്രടാ? 21 മൈനസ് 4 × 5. 5 എത്ര? സോറി, 4 × D. D 5 അല്ലേ? 21 മൈനസ് 4 × 5 20 ആടാ. 21 20 പോയാൽ എത്ര കിട്ടും? 1 കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, തേർഡ് ടേമിനെ കാണണം. ഈ തേർഡ് ടേമിനെ കാണാൻ നമ്മൾ ഇക്വേഷൻ ഇപ്പൊ എഴുതിയ പോലെ അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് ടേം ഉണ്ടാ കയ്യിൽ. ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് 5 ആണെന്ന് അറിയാം. സോ സെക്കൻഡ് ടേം കാണണമെങ്കിൽ 5 കൂട്ടിയാൽ പോരെ. അപ്പൊ 6 കിട്ടും. വീണ്ടും 5 കൂട്ടി എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ therefore നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 11 എഴുതി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് തേർഡ് ടേം കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 2. കാരണം നമ്മൾ വ്യത്യാസം 2 അല്ലേ? 2D കൂട്ടണം. ഫസ്റ്റ് ടേം 1, 2 × Dക്ക് പകരം 5 കൊടുക്കുക. 1 എഴുതി. 2 × 5 10 1 + 10 എത്ര? 11. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയാൽ മാത്രം മതി. തെറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് കരുതുന്നു. 2 കണക്കുകൾ നമ്മൾ ചെയ്ത് 2 കണക്കുകൾ നിങ്ങൾക്ക് പക്കയാണെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു. ഫിഫ്ത്ത് ടേം കാണുന്ന രീതിയും അതുപോലെ നമ്മൾ ഇപ്പം എന്തുകൊണ്ട് രീതി കണ്ടുപിടിച്ചു. നമ്മളുടെ ഫിഫ്ത്ത് ടേമും 9th ടേമും തന്നിട്ട് ഫസ്റ്റ് ടേമിനെയും തേർഡ് ടേമിനെയും വെച്ചാൽ നമ്മൾ പുറകിലേക്ക് ടേമിനെ കണ്ടുപിടിക്കുന്ന ആ കോൺസെപ്റ്റ് വെച്ചുള്ള കണക്കും ചെയ്തു. മുന്നോട്ട് പോകുമ്പോഴുള്ള കണക്ക് അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഒരു ടേം തന്നിട്ട് അതിനെക്കാട്ടി മുമ്പിലുള്ള ആളുടെ കണ്ടുപിടിക്കുന്ന അതിന്റെ പ്രോബ്ലം ചെയ്തു. ടേം തന്നിട്ട് അതിന്റെ പുറകിലുള്ള ആളെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, അടുത്തൊരു ചോദ്യം. Is 101 is a term of the arithmetic sequence 13, 24, 35. 101 എന്ന് പറയുന്നയാള് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യമേ എന്തു സീക്വൻസ് കിട്ടിയാലും നമുക്ക് ആര് വേണം? കോമൺ ഡിഫറൻസ് വേണം. അപ്പൊ 24 ന്ന് 13 കുറയ്ക്കാം. അങ്ങനെ കോമൺ ഡിഫറൻസ് കാണും. സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈമിനെ കുറയ്ക്കണം. 4 ന്ന് 3 കുറച്ചാൽ 1 2 ന്ന് 1 കുറച്ചാൽ 1. അപ്പൊ 11 കിട്ടും. 13 11 കൂട്ടുമ്പോഴല്ലേ 24 കിട്ടുന്നത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി 101 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആരെയാണോ, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണേ, ആരെയാണോ ടേം ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 101നെയാണ് ടേം ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. ആരെയാണോ ടേം ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ആ ചെക്ക് ചെയ്യേണ്ടയാളെ ഫസ്റ്റ് ടേം കൊണ്ട് കുറയ്ക്കുക. 101 ന് 13 കുറയ്ക്കുക. ഫസ്റ്റ് ടേം തന്നെ കുറയ്ക്കണം നിർബന്ധമില്ല. ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ തേർഡ് ടേമോ ആ സീക്വൻസിലുള്ള ഏതെങ്കിലും ഒരു ടേമിനെ കൊണ്ടങ്ങ് കുറയ്ക്കുക. ഏത് ടേമാണ് ആ സീക്വൻസിൽ ഒരാളാണോ, 101 ടേമാണോ, അല്ലെങ്കിൽ 1001 ടേമാണോ, അല്ലെങ്കിൽ 1001 ടേമാണോ, അല്ലെങ്കിൽ 106 ടേമാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ, ഏതൊരു ക്വസ്റ്റ്യൻ അത് ചോദിച്ചാലും ഫസ്റ്റിലെ കോമൺ ഡിഫറൻസിനെ കാണുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ആരെയാണോ ചെക്ക് ചെയ്യാൻ പറയുന്നത് അയാളെ എന്തിൽ നിന്ന് കുറയ്ക്കുക? നമ്മളുടെ ആ ഓരോ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് കുറയ്ക്കുക. 13 ഫസ്റ്റ് ടേം തന്നെ കുറയ്ക്കണമെന്നില്ല, ഏതെങ്കിലും ടേമിൽ നിന്ന് കുറച്ചാൽ മതി. 101 ന്ന് 13 കുറയ്ക്കണം. എത്ര കിട്ടും? 1 ന്ന് 3 പോത്തില്ല, കടമെടുക്കാം. കടമെടുക്കാൻ ഇവിടെ 0 ഉള്ളത്. 1 ന്ന് കടമെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 11 വരും, ഇവിടെ 9 വരും. ഓക്കെ, പുറകെ കൊടുക്കണമല്ലോ. 1 ബാക്കിയില്ല ഇവിടെ. 11 ന്ന് 3 പോയാൽ എത്ര കിട്ടും? നമുക്ക് 8 അല്ലേ വരുന്നത്. 9 ന്ന് 1 പോയാൽ എത്ര കിട്ടും? 8 കിട്ടും. 88 എന്ന് വരും. ഓക്കെ, 101 ന് 13 88 കിട്ടി. അപ്പൊ ഇവിടെ കുറച്ച് എത്ര കിട്ടാം? 88. ഈ കിട്ടിയ ഉത്തരത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
88 ഡിവൈഡഡ് ബൈ 11. അറിയാമല്ലോ, പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമുക്ക് അറിയുന്ന കാര്യം 88 11 ഡിവൈഡ് ചെയ്യുമ്പോൾ കാര്യം 11ന്റെ മൾട്ടിപ്ലൈ വരുന്നത് എത്ര വട്ടമാണ്? 8 വട്ടമാണ്. സോ ഡിവൈഡ് ചെയ്തപ്പം പെർഫെക്റ്റ് ഉത്തരം, ഡെസിമൽ ഇല്ലാത്ത ഉത്തരം, പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കുന്നതെങ്കിൽ മക്കളെ 101 എന്താണ്? ടേം ആണ്. ഈസ് എ ടേം. നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തെങ്കിലും ഒരു ഡെസിമൽ ഉള്ള ആളാണെങ്കിൽ, അപ്പൊ ഡെസിമൽ എല്ലാം കാണണ്ട, ഡെസിമൽ വന്നാൽ ഉറപ്പിച്ചത് ടേം അല്ല. ക്ലിയർ ആണാ പറഞ്ഞത്? ഒരു സീക്വൻസ് തരുന്നു, ആ സീക്വൻസിനകത്ത് ഒരു തരുന്ന സംഖ്യ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ട പരിപാടി എന്താ? ആ ചെക്ക് ചെയ്യാൻ പറയുന്നയാളെ ആ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് കുറയ്ക്കുക, കുറച്ചൊരു ഉത്തരം കിട്ടും. ആ കിട്ടിയ ഉത്തരത്തിന് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരു പെർഫെക്റ്റ് ഉത്തരമാണ്, പോയിന്റുകളൊന്നുമില്ലാത്ത ഉത്തരമാണ് എങ്കിൽ ഉറപ്പിച്ചോ മക്കളെ അത് ടേമാണ്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം പോയിന്റ് ഉള്ളതാണ് എങ്കിൽ അത് ടേം അല്ല. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ ഇല്ല ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് ഇത് എത്രാമത്തെ ടേം ആണെങ്കിൽ എത്രാമത്തെ ടേം ആണെന്നുള്ള അറിയണ്ടേ? ടേം അല്ലെങ്കിൽ എത്ര ടേം ആണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. ടേം ആണെങ്കിൽ എത്രാമത്തെ ടേം ആണെന്ന് കൂടി അറിയണം. അപ്പൊ അതറിയാം ഒറ്റ പരിപാടികളുള്ള. ഇപ്പൊ കിട്ടിയ ഉത്തരവില്ലേ, ഈ കിട്ടിയ ഉത്തരത്തിനോട് ഒന്നും കൂട്ടിയാൽ മതി. എന്ന് വെച്ചാൽ എത്രാമത്തെ ടേമാ? 9th ടേം ആയിരിക്കും 101 എന്ന് പറയുന്നത്. ആ പോകുന്ന സീക്വൻസിലെ 9ാമത്തെ ടേം ആയിരിക്കും 101. ക്ലിയർ ആണോ എന്ന് കരുതുന്നു. നമ്മളെന്താ എത്രാമത്തെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാൻ വേറൊരു പരിപാടിയും ഇല്ല. നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണോ, അതായത് നമുക്ക് ടേമിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ, ആ ഉത്തരത്തിനോട് നേരെ ഒന്നും കൂട്ടിയാൽ മതി. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. 1001 എന്ന് പറയുന്നത് ഇതിലെ ടേം ആണോ ചെക്ക് ചെയ്യാം. ടേം ആണെങ്കിൽ എത്രാമത്തെ ടേം ആണെന്നുള്ള കണ്ടുപിടിക്കണം. ടേം അല്ലെങ്കിൽ പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ക്ലിയർ ആണോ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്കയാണെന്ന് കരുതുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. ഷെയർ ചെയ്യാൻ മറക്കരുതേ.